സ്നേഹമില്ലാത്തിടത്ത് കൂടെ എത്ര പേരുണ്ടെങ്കിലും നാം ഒറ്റയ്ക്കാണ്. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓസ്ട്രേലിയയിലെ ഡോൺ റിച്ചി എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം. ഈ വ്യക്തിയെക്കുറിച്ച് CBS ന്യൂസ് ചാനൽ വന്ന ഒരു വാർത്തയുണ്ട്. അത് ഇപ്രകാരമാണ്: ഓസ്ട്രേലിയയിൽ വാട്സൺ ബേ എന്ന കടൽ തീരത്ത് ഒരു മുനമ്പുണ്ട്. സിഡ്നി ഹാർബർ ഗ്യാപ്പ് എന്ന പേരിലാണ് ആ മുനമ്പ് അറിയപ്പെടുന്നത്. ഈ മുനമ്പിൻ്റെ അരികിലേക്ക് ധാരാളം വ്യക്തികൾ വരാറുണ്ട്. ഈ മുനമ്പിന് താഴ്വശത്ത് പ്രക്ഷുബ്ധമായ ഒരു കടലാണ് ഉള്ളത്. ഈ മുനമ്പിലേക്ക് കയറിപ്പോകുന്ന വ്യക്തികളെയെല്ലാം ഡോൺ റിച്ചി നിരീക്ഷിക്കുമായിരുന്നു. ഈ മുനമ്പിൻ്റെ മുകളിലേക്ക് കയറിപ്പോയ വ്യക്തികൾ പലരും തിരിച്ചു വരാറില്ല. കാരണം അവർ ജീവിതത്തിലെ വേദനകളിലൂടെ, നിരാശകളിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. ആ മുനമ്പിന് മുകളിലെത്തിക്കഴിയുമ്പോൾ പ്രക്ഷുബ്ധമായ കടലിലേക്ക് അവർ എടുത്തു ചാടി ജീവിതം അവസാനിപ്പിക്കുക പതിവായിരുന്നു. ഡോൺ റിച്ചി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കണമെന്ന വലിയ ആഗ്രഹം ഉണ്ടായി. ഇവർ മുനമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ പതുക്കെ ഇവരുടെ പിറകിൽ ചെന്ന് അദ്ദേഹം നേർത്ത സ്വരത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു: വൈ ഡോണ്ട് യു കം ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് ടീ? എൻ്റെ കൂടെ ഒരു കപ്പ് ചായ കുടിക്കാൻ വരുന്നു. ഇങ്ങനെയുള്ള ചോദ്യം കേൾക്കുമ്പോൾ അവർ പിറകോട്ട് തിരിഞ്ഞു നോക്കും. അദ്ദേഹത്തിൻ്റെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പല വ്യക്തികളും തിരികെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് ചായ കുടിക്കുന്ന അവസരത്തിൽ എല്ലാ വേദനകളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 180-ൽ പരം ആൾക്കാരെ ഇദ്ദേഹം ആ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം, വേദനയോടെ വരുന്ന വ്യക്തികൾ, അവരെ ആരെങ്കിലുമൊക്കെ കേൾക്കാൻ തയ്യാറായാൽ അണപൊട്ടിയ പോലെ അവരുടെ വേദനകളും നൊമ്പരങ്ങളുമൊക്കെ തുറന്നു പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ മനസ്സിലാക്കാൻ, അവരെ കേൾക്കാൻ നമ്മൾക്ക് തയ്യാറാകാം. ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിക്കുന്ന നിമിഷങ്ങളിൽ പ്രതീക്ഷയുടെ പൊൻകിരണമായി ജീവിക്കുന്ന മാലാഖമാർ നമ്മുടെയൊക്കെ ചുറ്റിലും എത്തിയിട്ടുണ്ടാവാം. ഈ അവസരത്തിൽ നമ്മളെ സഹായിച്ച, ജീവിതത്തിൽ തനിച്ചായിപ്പോയി എന്ന ചിന്ത നേരിടുന്ന സമയത്ത് നമ്മളെ സഹായിച്ച എല്ലാ വ്യക്തികളെയും നമ്മൾക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഓർക്കുക, നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. ജോഷുവായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: മകനെ, മകളെ, നീ ശക്തനും ശക്തയും ധീരനും ധീരയുമായിരിക്കണം. നീ ഒരിക്കലും പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായ ഞാൻ കൂടെയുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന മാലാഖമാരായി പല വ്യക്തികളെയും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിച്ചു പോയപ്പോൾ പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം നൽകി നമ്മളെ സ്നേഹിച്ച വ്യക്തികൾ, നമ്മളെ ആശ്വസിപ്പിച്ച വ്യക്തികൾ, ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഒറ്റയ്ക്കല്ല എന്ന് പഠിപ്പിച്ച വ്യക്തികൾ ധാരാളം. അവരെ ഓർക്കാം, പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: മകനെ, മകളെ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും.
ഇതാണ് വഴി, ഇതിലേ പോവുക. അതെ, ജീവിക്കുന്ന ദൈവമുണ്ട്. നിശബ്ദമായിരുന്നാൽ ആ ദൈവത്തിൻ്റെ സ്വരം നമ്മൾക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം പറയുന്നതും ഇപ്രകാരമാണ്: ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ട് വാതിൽ ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ് എന്ന്. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്? നമുക്കറിയാം, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും അംഗീകാരവും ഒക്കെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്തത് അന്വേഷിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നല്ലൊരു കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ സ്നേഹം നമുക്ക് സ്വീകരിക്കുവാൻ സാധിച്ചു. നമ്മൾക്ക് നന്ദി പറയാം. എന്നാൽ കിട്ടാത്തത് അന്വേഷിച്ച് പോവുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. ഒരു സഹോദരി എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ഛാ, ജീവിതത്തിൽ എല്ലാം തകർന്നു പോയപ്പോൾ ഞാൻ ആശ്രയമായി കണ്ടെത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചാറ്റിംഗ് ആണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സോഷ്യൽ മീഡിയയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. കാരണം എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വചന പ്രഘോഷണം കേൾക്കുന്നത്. നമ്മൾ ഏതു മനോഭാവത്തോടെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ചാറ്റിംഗ് നടത്തി അത് അവസാനം ചീറ്റിംഗ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം മാറി. അവസാനം ഈ വ്യക്തിയെ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്, ഞാൻ ചാറ്റ് ചെയ്തത്, ആശ്വാസം തേടിയത്, എല്ലാം പങ്കുവച്ചത് 60-65 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിലാണ് എന്ന്. ഈ സഹോദരി നന്നേ ചെറുപ്പമായിരുന്നു. ഒരു കൊച്ചു കുട്ടിയുമുണ്ടായിരുന്നു. അവർ ജീവിതം ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ വേദനാജനകമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. ഈ കുട്ടിയെ ഇദ്ദേഹം ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ബന്ധങ്ങൾ വിച്ഛേദിക്കേണ്ടി വന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ തനിച്ചാകുമ്പോൾ നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വലിയ വേദനയിലേക്ക്, വിഷമങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കപ്പെടുമെന്ന വലിയൊരു ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഹാഗാറിൻ്റെയും മകൻ്റെയും ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. സാറായുടെ നിർബന്ധപ്രകാരം അബ്രഹാം ഹാഗാറിനെയും മകനെയും മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുവാനായിട്ട് തയ്യാറാകുന്നു. വലിയ വിഷമത്തോടെ, വേദനയോടെ ഒരു തുകൽ സഞ്ചിയിൽ അപ്പവും കുറച്ച് വെള്ളവും കൊടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഹാഗാർ മകനോടൊപ്പം മരുഭൂമിയിലേക്ക് എത്തുന്നു. അവിടെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പവും വെള്ളവുമെല്ലാം തീരുന്ന അവസ്ഥ, വലിയ വേദനാജനകമായ അവസ്ഥ, വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്നു. അവസാനം കുട്ടി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഒരു കുറ്റിക്കാടിനരികിൽ ഈ കുട്ടിയെ കിടത്തിയതിനു ശേഷം മാറി നിന്ന് നിലവിളിക്കുന്ന ഒരു ഹാഗാറിൻ്റെ ചിത്രം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിലൂടെ ദൈവം അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളുടെ കരച്ചിൽ കേട്ട് വിളിച്ചു പറഞ്ഞു: ഹാഗാർ, നീ വിഷമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട, കുട്ടിയെ കയ്യിലെടുക്കുക എന്ന്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സംരക്ഷണമായിട്ട് വരികയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഹാഗാറിൻ്റെ ചിത്രമാണ് നമ്മൾക്ക് പരിചിതമായ ഒരു സംഭവം. നമ്മുടെ കൂടെ കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട്, സ്നേഹിതരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ സ്വന്തമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദനകൾ തുറന്നു പറയുവാനായിട്ട്, ആ വേദനകൾ കേൾക്കാനായിട്ട് ആരും വരാതെ വന്നു കഴിയുമ്പോൾ ജീവിതം വലിയ വിഷമത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്.
നമുക്കറിയാം, കേരളത്തിൽ ഒറ്റപ്പെട്ടും കൂട്ടത്തോടെയുമുള്ള ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. NCRRB നാഷണൽ ക്രൈം റിസർച്ച് റെക്കോർഡ്സ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏകദേശം ഒരു വർഷം 9,000-ലധികം വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മഹത്യാക്കുറിപ്പുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. നമുക്കറിയാം, സമ്പത്ത് കൊണ്ട് മാത്രമല്ല നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്. അതൊരു വശം മാത്രമാണ്. അങ്ങനെയെങ്കിൽ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, നമ്മുടെ സമയം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കണം. വാക്കുകൾ ഊർജ്ജസ്വലതയുള്ളതാണ്. വേദനിക്കുന്ന വ്യക്തികൾക്ക് വലിയ ശക്തിയാണ് ഓരോ വാക്കുകളും നമ്മുടെ സാന്നിധ്യവും നൽകുന്നത്. തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ചെന്ന് കുറച്ചു സമയം ചിലവഴിച്ചു കഴിയുമ്പോൾ അവൻ്റെ വേദനയും ദുഃഖവുമെല്ലാം പറയും. നമുക്കറിയാം, നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വൈകാരികമായ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതുമാത്രം മതി ജീവിതത്തിൽ ഒന്ന് പിടിച്ചു കയറുവാനായിട്ട്. സ്നേഹമുള്ളവരെ, നിലവിളിച്ച് കരഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ദൈവം ജീവിക്കുന്ന വ്യക്തികളെ മാലാഖമാരായി നമ്മുടെ അടുക്കലേക്ക് അയക്കും. ഹാഗാറിനെ ശക്തിപ്പെടുത്തിയതുപോലെ നമ്മളെയും ശക്തിപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള തിരക്കിലാണ്, ശ്രമത്തിലാണ്. ഈ ശ്രമത്തിൽ മക്കൾക്ക് വേണ്ടി ധാരാളം സമയം ചിലവഴിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. എന്നാൽ 1-2 മക്കളുള്ള കുടുംബത്തിൽ മക്കൾ ചിലപ്പോൾ തനിച്ചാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. ഞാൻ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ശ്രദ്ധ വേണ്ട 3 സമയമുണ്ട്. ഒന്ന്, രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ മാതാവോ പിതാവോ അരികിലുണ്ടെങ്കിൽ ഒരു നിറപുഞ്ചിരിയോടെ ആ മകനെയോ മകളെയോ സ്വീകരിക്കാനായി തയ്യാറായാൽ, ഒരു 5 മിനിറ്റ് സമയം ആ കുട്ടിയോട് വർത്തമാനം പറയാൻ തയ്യാറായാൽ വലിയ ശക്തിയാണ് ആ പൈതലിന് കിട്ടുന്നത് എന്ന്. രണ്ടാമത്തെ കാര്യം, സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പം മക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവാം. നമ്മളൊക്കെ എത്ര തിരക്കിലായാലും ആ മക്കളെ കേൾക്കാൻ, കുറച്ച് സമയം കേൾക്കുവാൻ തയ്യാറായാൽ അത് അവരുടെ ജീവിതത്തിന് വലിയൊരു പ്രതീക്ഷ നൽകുകയാണ് ചെയ്യുന്നത്, വലിയ കോൺഫിഡൻസ് നൽകുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, മക്കൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവരെ ഒന്ന് കേട്ട് ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ച് അയച്ചാൽ അവർക്ക് നന്നായിട്ട് ഉറങ്ങുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ 3 സമയം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഭാതത്തിൽ, അതോടൊപ്പം സ്കൂളിൽ പോയിട്ട് വരുന്ന അവസരത്തിൽ, ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കരുതലും സ്നേഹവും ലഭിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയില്ല. നമ്മളൊക്കെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ യുവജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ യുവജനങ്ങളുമായി അടുത്ത് ഇടപഴകുവാനുള്ള ഒരവസരം ദൈവം എനിക്ക് നൽകി നന്ദി പറയുന്നു. ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടങ്ങളിൽ ധാരാളം ഓൾഡ് ഏജ് ഹോമുകൾ അവിടെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിസ്മസ് കരോൾ ഗാനങ്ങളുമായി ഈ യുവജനങ്ങൾ മിക്ക പാരീഷുകളിൽ നിന്നും ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകാറുണ്ട്. അവിടെയുള്ള വൃദ്ധന്മാരുടെ അടുക്കൽ ചെന്ന് സമയം ചെലവഴിക്കുകയും
ആ പ്രായമായ മാതാപിതാക്കളോട് കുറേ സമയം ചിലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും പാട്ടുപാടി അവരെ ഉണർത്തുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ വലിയ ഒരു സന്തോഷം തോന്നി. കാരണം നമുക്കറിയാം നമ്മുടെ മക്കളുടെ യുവജനങ്ങളുടെ സാന്നിധ്യം വലുതാണ് എന്ന്. അവിടെ ഒരു ഇടവകയിൽ സഹായിക്കാൻ പോയപ്പോൾ ഒരു വൈദികൻ്റെ കൂടെ ഞാൻ ഏകദേശം 1.5-2 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു വനം പ്രദേശത്ത് അതിന് തൊട്ടടുത്തായിട്ട് ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ ഏകദേശം 90-95 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്. വടിയൊക്കെ കുത്തിപ്പിടിച്ച് പതുക്കെ പതുക്കെ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ വരവും കാത്ത് ഇരിക്കുകയാണ്. മാസത്തിൽ ഒന്നെങ്കിലും ഈ വൈദികൻ ഇങ്ങനെയുള്ള വ്യക്തികളെ സന്ദർശിക്കുവാനായിട്ടും അവരെ കുമ്പസാരിക്കാനും കുർബാന കൊടുക്കാനും പോകുമായിരുന്നു. അതിനുശേഷം കുറേ സമയം അവരോടൊപ്പം ചിലവഴിക്കുമായിരുന്നു. ആ വലിയൊരു സ്നേഹവും കാരുണ്യവും കണ്ടപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ അച്ഛൻ്റെ വരവും കാത്ത് ഇരിക്കുകയായിരുന്നു എന്ന്. നമ്മുടെയൊക്കെ ചുറ്റും എത്രയോ വ്യക്തികളാണ് നമ്മുടെയൊക്കെ സാന്നിധ്യം പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയിലും 7 ഭാഷകളിലുള്ള ധ്യാനം നടക്കുന്നുണ്ട്. ഈ ധ്യാനമെല്ലാം കഴിയുമ്പോൾ അവരിൽ കുറച്ചു പേരൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഇവിടെ പാലിയേറ്റീവ് കെയർ സെൻ്ററുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള അനുവാദം ചോദിക്കും. ഇങ്ങനെ വരുന്ന വ്യക്തികൾ ചിലപ്പോൾ അവർക്ക് നല്ല ജോലിയുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ ഈ വ്യക്തികൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അനുവാദം ചോദിക്കുകയും സ്നേഹത്തോടെ അവരെ പരിചരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾക്കും ജീവിക്കുന്ന മാലാഖമാരായി തീരാം. എങ്ങനെ ആയിത്തീരാം? നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പ്രായമായ മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും രോഗത്തിൻ്റെ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ അടുക്കൽ അല്പസമയമൊന്ന് ഇരുന്നാൽ, അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ വലിയ ശക്തിയാണ് അവർക്ക് ആ രോഗാവസ്ഥയിൽ കിട്ടുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ പ്രീസ്റ്റ് ഹോമിലൊക്കെ ധാരാളം വൈദികരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളെ സഹായിച്ചവർ, കൂദാശ പരികർമ്മം ചെയ്തത്, ജീവിതത്തിൽ കൈപിടിച്ചു ഉയർത്തിയ വൈദികർ. തിരുനാളുകളും വിവാഹവും കുടുംബത്തിലെ ആഘോഷങ്ങളൊക്കെ വരുമ്പം നമ്മൾ വൈദികരെ ക്ഷണിക്കും, നല്ലത് തന്നെ. എന്നാൽ അവരുടെ രോഗാവസ്ഥയിൽ അവരെ ഒന്ന് കാണുവാൻ, വൈദികരെ സിസ്റ്റേഴ്സിനെ ഒന്ന് കാണുവാൻ നമ്മൾ തയ്യാറായാൽ അവർക്കും വലിയൊരു ശക്തിയാണ് നമ്മൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വൃദ്ധസദനങ്ങളും എല്ലാം ധാരാളമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എളുപ്പമാണ്. എന്നാൽ ആ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് സമയം അവർക്ക് വേണ്ടി അവരോടൊപ്പം ചിലവഴിക്കുവാൻ, അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഒന്ന് കാണുവാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തനിച്ചല്ല ആരെങ്കിലും ഉണ്ട് എന്ന ഒരു ബോധ്യമാണ് കൊടുക്കുക. ഞാൻ ഓർക്കുന്നു, ഈ ടീച്ചേഴ്സ് ഡേയുടെ സമയത്ത് എല്ലാ വർഷവും ഒരു ദിവസം ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാറുണ്ടല്ലോ. ആ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ പറയും, വലിയ സന്തോഷമായി കേട്ടോ, ഞങ്ങളേക്ക് ഓർക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അവർ കൂട്ടിച്ചേർക്കും, ആയ കാലത്ത് ധാരാളം വ്യക്തികൾ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നു, പക്ഷേ നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങൾക്ക് ശക്തി നൽകുന്നത് എന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒരു പക്ഷേ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. കണ്ണു തുറക്കാം, ചുറ്റുവട്ടമുള്ള വ്യക്തികളിലേക്ക് ശ്രദ്ധ തിരിക്കാം. നമ്മുടെയൊക്കെ ശ്രദ്ധക്കുറവുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്യുവാനായിട്ട് പാടില്ല പ്രിയപ്പെട്ടവരെ. അവരുടെയൊക്കെ വേദനകളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കണം.
ദൈവം വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് വലുതാണ്. സാന്നിധ്യം കൊടുത്തു കഴിയുമ്പോൾ അത് വലിയൊരു ശക്തിയായിട്ട് അവരിലേക്ക് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ഓർക്കുക, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ധാരാളം വ്യക്തികളെ അയക്കും നമ്മളെ സഹായിക്കുവാനായിട്ട്. നിരാശയിലേക്ക് ഒരിക്കലും പോകരുതേ. നമ്മളെ കേൾക്കുന്ന, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈശോയെ, എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എങ്ങനെയെങ്കിലും ഈ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കണ്ണുനീരും നൊമ്പരങ്ങളും നാഥ സമർപ്പിക്കുന്നു. ഹാഗാറിനെ ശക്തിപ്പെടുത്തിയതുപോലെ ദൈവമേ, അങ്ങ് ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തി, ഒറ്റയ്ക്കല്ല, നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവായി ഞാൻ കൂടെ ഉണ്ടാകുമെന്ന വലിയൊരു ബോധ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.